അള്ളാഹു ഒരാളെ ഉയർത്താൻ ഉദ്ദേശിച്ച സ്ക്രോൾ ചെയ്യല്ലോ കേട്ടോ. അള്ളാഹു ഒരാളെ ഉയർത്താൻ ഉദ്ദേശിച്ചാൽ അല്ലെങ്കിൽ അള്ളാഹു ഒരാളെ രക്ഷിക്കാൻ വിചാരിച്ചാൽ ഒരാള് തകർക്കാൻ നോക്കിയിട്ടും ഒരാള് തളർത്താൻ നോക്കിയിട്ടും നടക്കൂല. കാരണം എന്താണെന്നറിയോ? എത്ര വലിയ കുതന്ത്രം പ്രയോഗിച്ചിട്ടും കുപ്രചരണങ്ങൾ നടത്തിയിട്ടും കാര്യമില്ല, ഒന്നും നടക്കൂല, യേശൂല. കാരണം അവന്റെ കാര്യം അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട്. അള്ളാഹു ഒരാളെ കാര്യം ഏറ്റെടുത്താൽ അവന് സംരക്ഷണം അള്ളാഹ് കൊടുക്കും. പിന്നെ ബാക്കിയുള്ള ആരെന്ത് പറഞ്ഞാൽ എന്താ അല്ലേ? കേൾക്കണേ, മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു സംരക്ഷണം കൊടുത്ത വളരെ രസകരമായ ഒരു സംഭവമുണ്ട്. ഞാൻ ഈ ചൊല്ലിത്തരുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിൽ, കുറ്റപ്പെടുത്തലുകളിൽ, കുപ്രചരണങ്ങളിൽ നിങ്ങളെ തികഴ്ത്താൻ, താഴ്ത്താൻ നടക്കുന്ന ആളുകൾക്ക് മുമ്പിൽ നിങ്ങൾക്കും വിജയിക്കാൻ പറ്റും. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തന്റെ പ്രിയപ്പെട്ട ജേട്ടന്മാര് കിണറിലെറിഞ്ഞ ഒരു സംഭവമുണ്ട്. ആ കിണറിന്റെ അഗാധ ഗർത്തങ്ങളിൽ കിടന്നിട്ട് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്ത ഒരു ദുആയുണ്ട്. ആ ദുആ നമ്മുടെ ജീവിതത്തിലും പകർത്തണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്താണെന്നറിയോ? ആ കിണറിന്റെ അഗാധ ഗർത്തങ്ങളിൽ കിടന്നിട്ട് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, യാ ഷാഹിദൻ ഗൈറ ഗായിബിൻ വയാ ഖരീബൻ ഗൈറ ബഈദിൻ വയാ ഗാലിബൻ ഗൈറ മഗ്ലൂബിൻ ഫജ്അൽ ലീ ഫീ അംരി ഫറജൻ വ മഖറജാ. ഈ ദുആ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കിണറിന്റെ അടിയിൽ കിടന്ന് ദുആ ചെയ്തപ്പോഴാണ് മഹാനായ റസൂലുള്ളാഹി സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു. സ്വഹാബ, ഈ ദുആ അല്ലാഹു അങ്ങ് സ്വീകരിച്ചപ്പോഴാണ് മഹാനായ യൂസുഫ് നബിയെ ആ കിണറ്റിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തിയത്. അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അതുകൊണ്ട് ഈ ദുആ മറക്കല്ല. യാ ഷാഹിദൻ ഗൈറ ഗായിബിൻ വയാ ഖരീബൻ ഗൈറ بعيد ويا غالبا غير مغلوب فاجعل لي في أمري فرجا ومخرجا. ഒരാൾക്കും നിങ്ങളെ താഴ്ത്താൻ പറ്റില്ല.